മഴ അറിഞ്ഞോണ്ട് മഴയത്ത് നീ കഥ പറയല്ലേ, നീ നായകനാണല്ലോ ഇപ്പൊ പല പടത്തിലും. സിനിമ കൊച്ചാണെങ്കിലും നല്ല കാശുകളുണ്ട്. അപ്പൊ നമ്മൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രസ് മീറ്റിലേക്കാണ് കടക്കുന്നത്. അതിന്റെ ടീം അംഗങ്ങളെല്ലാം, ഡയറക്ടർ അടക്കം, നദിഷ അടക്കം, അതിന്റെ കലന്തൂർ, നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട് സെലക്സ് ബായ്, പിന്നെ ഏറ്റവും അധികം നമ്മൾ കാത്തിരിക്കുന്നത് ഒരു പുതിയ നായകൻ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ശരിക്കും പറയട്ടെ, നായകദാരിദ്ര്യം ഉണ്ട് കേട്ടോ ഇവിടെ. ഉണ്ട് 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 ഡേറ്റ് കിട്ടുന്നില്ല എന്ന് എല്ലാരും പറയും. ഓണാക്കില്ലേ? ഹലോ, അത് ഞാൻ ഇപ്പൊ മഞ്ജു പറഞ്ഞത് മോശമായി പോയി. അച്ഛന് അർജുന അശോകനെ ഇവിടെ ഇരുത്തിയിട്ട് നായിക ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, നായക ദാരിദ്ര്യം ഉണ്ടെന്ന് എന്നാലും പറയും. കാരണം എന്താണ് അപ്പൊ അവൻ നായകനല്ലേ? നായകനാണ്, പക്ഷെ ഡേറ്റ് കിട്ടുന്നില്ല ആർക്കും. ആ ഏതായാലും എല്ലാവരും ബിസിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ, നായികമാരും നായകന്മാരും ഒക്കെ. അപ്പൊ പുതിയ പുതിയ ആൾക്കാർ കടന്നു വരുന്നത് എല്ലാവർക്കും സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മുബിന്റെ കാര്യം പറയുമ്പോ നമ്മുടെ റാഫിക്കയുടെ മോനാണ് എന്തേ ഇത്ര വൈകി വരാൻ എന്ന് നമ്മളിൽ പലരും ഈ ഒരു പ്രോജക്റ്റ് ഓൺ ആയപ്പോ തോന്നിയിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ഒരു നല്ല കാര്യം നടക്കുകയാണ് ഇവിടെ. അപ്പോൾ 31-ാം തീയതി നമ്മുടെ പടം റിലീസ് ആകുകയാണ്. തിയേറ്ററുകളിലേക്ക് കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ചിത്രത്തിന്റെ വിശേഷങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രതീക്ഷകളാണ് നമുക്ക് ഈ സിനിമ തരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തിയത്, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാനുണ്ടാവും, ഞങ്ങൾക്കും പറയാനുണ്ടാവും. നമുക്ക് അതിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നാദിഷയ്ക്ക്, ഇക്കയാണ് ഇതിന്റെ ഡയറക്ടർ, അദ്ദേഹവും റാഫിക്കയും കൂടെ ഒന്നിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയാണ്. മലയാള അല്ല, സിനിമ തന്നെയാണ്. അപ്പൊ അതും വളരെയധികം സന്തോഷമാണ്. ഒരുപാട് സന്തോഷം. കാരണം ഇത്രയും നമുക്ക് വേണ്ടി, നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ക്യാമറകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇതൊരു കൊച്ചു സിനിമയാണ്. നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ പുതിയ നായകന് മുബിൻ റാഫി, പിന്നെ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു നായകൻ അർജുൻ അശോകൻ, പിന്നെ ജാഫർ. നിന്റെ പേര് പറയും, നീ നായകനാണല്ലോ ഇപ്പൊ പല പടത്തിലും ഉണ്ട്. നായകൻ ഓക്കെ, ജാഫർ. പിന്നെ ദേവിക സഞ്ജയ്. ഒരുപാട് നമ്മൾ ഇഷ്ടമുള്ള കുട്ടികളിൽ ഒരാൾ, അതായത് മകൾ, പിന്നെ ഞാൻ പ്രകാശനല്ലേ ഫസ്റ്റ് പടം. അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് സുപരിചിതയായ കുട്ടിയാണ്. പിന്നെ മാളവിക ഒരുപാട് നല്ല സിനിമകളിലെ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഇത് കലന്തൂർ സാറ്. ശരിക്കും നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ അതിന് പൈസ മുടക്കാൻ ആൾ വേണം. അത് നല്ല രീതിയിൽ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമയ്ക്ക് വേണ്ട, സിനിമ കൊച്ചാണെങ്കിലും നല്ല കാശലുണ്ട്. അപ്പൊ അതെല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന്, കട്ടക്ക് നിന്ന് ഇപ്പോഴും എന്തിനും കൂടെ നിൽക്കുന്ന ഒരു നല്ലൊരു പ്രൊഡ്യൂസർ കലന്തൂർ സാർ. ആ അതെ അതെ, സാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അത് പക്ഷെ അതില് ഈ ഡ്രസ്സിനുള്ളിൽ ഒരു കലാകാരനുണ്ട് എന്ന് കണ്ടെത്തി അല്ലേ. അപ്പൊ അത് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ സൈലക്സ്, ഞാൻ ഇതില് ഇരിക്കുന്ന നിങ്ങൾക്ക് ഈ താരങ്ങളല്ലാത്ത ആള് പരിചയപ്പെടുത്തി എന്നുള്ളൂ. സൈലക്സ് ശരിക്കും പറഞ്ഞാൽ സൈലക്സിന് സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട്, സൈലക്സ് ഒരുപാട് നല്ല സിനിമകളുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. നമ്മുടെ 2018 എന്ന് പറയുന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച സിനിമകളുടെ തന്നെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. സൈലക്സ് സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് റാഫിക്ക എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ സൈലക്സ് ആണ് അത് ഇങ്ങനെ നമ്മളുടെ ഇങ്ങനെ ഒരു ടീമിലേക്ക് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ട് അത് വരും എന്ന് പറഞ്ഞിട്ട് സൈലക്സിന്റെ ഒരു മനസ്സുകൂടി ഉണ്ട്. സാധാരണഗതിയിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പെട്ടെന്ന് അങ്ങനെ സമ്മതിക്കുന്നതല്ല. ആരെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡയറക്ടർ ആകാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ സൈലക്സിനെ പരിചയപ്പെടുന്ന സൈലക്സിന് താങ്ക്സ്. പിന്നെ എന്താ പറയുക, ഈ സിനിമ റാഫി നാദിർഷ എന്ന് പറയുന്ന, ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞാണ് ഭയങ്കരമായിട്ടുള്ളൊരു പൊട്ടിച്ചിരി. അതായത് റാഫിക്കയുടെ
സിനിമകൾ കണ്ട് വളർന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ. ഒരുപാട് നല്ല കോമഡി സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആ റാഫിക്കയുടെ സ്ക്രിപ്റ്റിൽ പിന്നെ കുറച്ച് കോമഡി എന്ന് പറയുന്ന സിനിമകളും പിന്നെ എൻ്റെതായ പരീക്ഷണ ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു ആളാണ് ഞാനും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിക്കുമ്പോൾ അത് ആദ്യം തൊട്ട് അവസാനം വരെ പൊട്ടിച്ചിരിക്കുന്ന ഒരു സിനിമയല്ല ഇത്. അത് ആദ്യമേ പറയുകയാണ്. കാരണം ഇതൊരു ഡിഫറെൻറ്റ് ജോണർ സിനിമയാണ്. ചിരിക്കാനുള്ള ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിക്കാനുള്ളതുണ്ട്. കാരണം ആദ്യമേ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ഹ്യൂമർ എന്ന് പറയുന്നത് ആ നിന്റെ ബാക്കിയുള്ള ആൾക്കാർ പറയട്ടെ കണ്ടിട്ട്. ആ ഞാനത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വിചാരിച്ചത്, പക്ഷെ നീ അത് കോമഡി ആക്കിയത്. മഴ അറിഞ്ഞോണ്ട് മഴയത്ത് നീ കഥ പറയല്ലേ പടച്ചോർത്തിട്ട്. ആ മഴ തന്നെ ഞാൻ അഭിനയിച്ചു, അതൊക്കെ ഓക്കെ. പക്ഷെ നീ കഥ പറഞ്ഞത് എനിക്ക് പേടിയാണ്. നിനക്ക് മൈക്കറി ആ ക്ലൈമാക്സ് പറയണ്ടേ? അപ്പോ ഇതൊരു ത്രില്ലർ ജോണർ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉണ്ട് ഇതിനകത്ത്. തമാശയുണ്ട്, കാര്യമുണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, പാട്ടുണ്ട്. അങ്ങനെ ഒരു മിക്സഡ് വേർഷൻ, ഒരു പക്ക എന്റർടൈനർ എന്ന് പറയുന്ന ജോണറിലുള്ള ഒരു സിനിമയാണ്. ആദ്യം തൊട്ട് അവസാനം വരെ 2 മണിക്കൂർ ലെങ്ത് ഉള്ള ഒരു സിനിമ. ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് വളരെ രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമ. ഒരു പ്രേക്ഷകന്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കൂടുതൽ തള്ളി മറിക്കണമെന്നില്ല, അത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഞങ്ങളെല്ലാവരും അതുപോലെ പണിയെടുത്തിട്ടുണ്ട്. ഇനി മൈക്ക് ഞാൻ അർജുന അശോകന് അച്ചു. അതെ എല്ലാവരും കണ്ടതിൽ ഒരു സന്തോഷമുണ്ട്. കുറച്ച് ബാസ് കുറച്ച് കൊടുത്ത്. ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ പ്രൊമോഷൻ നമ്മൾ ഓൾറെഡി കുറച്ച് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ പ്രസ് മീറ്റും ബാക്കി ഓൺലൈൻ ഡിജിറ്റൽ മീഡിയ പ്രൊമോഷനായിട്ട് ഇന്ന് ചെയ്യാണ്. അപ്പോൾ നാദർഷിക്കയും റാഫിക്കയും ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ മലയാള പടം എന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ച് പറഞ്ഞു, പക്ഷേ സിനിമ. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ചെറുപ്പം തൊട്ട് ഇവരെ കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ ഇവരുടെ കൂടെ കുറേ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇവരൊരു പടം ചെയ്യുമ്പോൾ അതിലൊരു ഭാഗം വിളിക്കുമ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പടം ചെയ്യുമ്പോഴും. ഇപ്പം അത് റിലീസിന് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന മെയ് 31 പടം റിലീസാകുകയാണ്. ഇപ്പം തിയേറ്ററിൽ എല്ലാവരും തന്നെ പോയി കാണണം, എന്നിട്ട് അതിൻ്റെ റിവ്യൂസ് അറിയിക്കണം. അത്രയും. താങ്ക് യു. ഇനി ശരിക്കും നായകനോടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും ഇതേപോലെ വാപ്സിൻ്റെയും നാസിഖാൻ്റെ ഒക്കെ സിനിമകളും പരിപാടിയൊക്കെ കണ്ടിട്ട് തന്നെയാണ് വളർന്നത്. സത്യം. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചതൊന്നുമല്ല, എന്നാലും അത്ര പെട്ടെന്നുമല്ല. എന്നാലും ഇപ്പൊ നല്ലൊരു സമയത്ത് ആണ് ഇപ്പൊ റിലീസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പടം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എല്ലാം വളരെ ആത്മാർത്ഥമായിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്, ചില ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും എല്ലാവരും. അപ്പൊ അതിൻ്റെ ഒരു എന്താ പറയാ, ഒരു റിസൾട്ട് ഉണ്ടാവും എന്നാണ് വിശ്വാസം. അപ്പൊ എന്തായാലും 31 പടം ഇറങ്ങുമ്പോൾ എല്ലാവരും കാണണം. താങ്ക് യു. പിന്നെ ദേവിക നായിക. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ വന്നതിന് ഒരുപാട് താങ്ക് യു. ഈ പറഞ്ഞ സെയിം സ്റ്റോറി തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ പറയുമ്പോ അത് സത്യമാണ്. അല്ല സത്യമായിട്ടും റാഫി സാറിന്റെ ഒക്കെ പടം, നാദർഷ സാറിന്റെ ആണെങ്കിലും ചെറുതാകുമ്പോൾ മുതലേ കണ്ടു വളർന്ന ഒരുപാട് സിനിമ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് തന്നെ ഇഷ്ടം തോന്നാൻ വേണ്ടിയുള്ള വൺ ഓഫ് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിരുന്നു സാറിന്റെ ഒക്കെ പടം എന്ന് പറയുമ്പോൾ. അപ്പം ഞാനിപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ന്യൂസ് കേട്ടപ്പോൾ മുതൽ എക്സൈറ്റഡ് ആയിരുന്നു. ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, റിവ്യൂസ് പറയുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്
സത്യസന്ധമായ റിവ്യൂസ് പറയാ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. മുബിൻ ചേട്ടൻ പറഞ്ഞ പോലെ മുബിൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്ത പടമാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. വയസ്സൻ എല്ലാവർക്കും നമസ്കാരം. ബേസ് കണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഞാനും ഈ ഫിലിമിൽ പടത്തിലൊരു ചെറിയൊരു വേഷം, ചെറിയതല്ലാട്ടോ, എന്നെ സംബന്ധിച്ചിട്ട് വലിയ വേഷമാണ്. എന്നാലും ഒരു അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അല്ല 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 നമ്മളൊന്നും നായകനൊന്നായിട്ടില്ല. നമ്മളിപ്പോ ആ പടത്തിനകത്ത് എനിക്ക് നല്ലൊരു വേഷമാണ്. ഇക്ക ഏത് പടം എടുക്കുമ്പോഴും എനിക്കൊരു വേഷം തരാറുണ്ട്. അങ്ങനെ ഈ നേരത്തെ ഒരു കാര്യം പറയാം, ഞാൻ ഒന്ന് ഒതുങ്ങി നിന്ന സമയത്ത് ഇക്കയുടെ ഒരു പടത്തിലൂടെയാണ് ഞാൻ പിന്നെയും കയറി കട്ടപ്പന അടുത്ത പ്രാവശ്യം അതിനകത്ത്. അതുപോലെ തന്നെ ഈ പടത്തിലും എനിക്ക് നല്ലൊരു വേഷം തന്നിട്ടുണ്ട്. ഇതൊരു നല്ല പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അഭിനയിക്കാനായിട്ട് ഇതിനകത്ത് ഡേറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇക്കായോട്ടൊക്കെ കൂടി ആലോചിച്ച് എന്ന് ഞാൻ ഒന്ന് ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്ത് കൊച്ചിയിൽ ചെന്നു കഴിഞ്ഞപ്പം നായകനും നായികയും അവിടെ ഇരിപ്പുണ്ട്, നായകൻ്റെ ഉപ്പ ഇരിപ്പുണ്ട്, പിന്നെ സാർ ഇരിപ്പുണ്ട്, പിന്നെ നമ്മുടെ ഇപ്പം മുട്ടയടിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് നമ്മുടെ പാഷാൻ ഷാജി. അപ്പോൾ ഇക്ക CCയുടെ അടുത്തിരിക്കുന്നു. അപ്പോൾ ഇവരുടെ പാട്ട് സീൻ എന്നെ ഇക്ക ഫുള്ള് ഇട്ട് കേൾപ്പിച്ചു. അടിപ്പം പാട്ടാ, ഞാൻ എൻ്റെ നാലിലും പാട്ട് വേണ്ടല്ലേ. അപ്പോൾ ഉഗ്രം പാട്ടാണ്. എനിക്കറിയില്ല, എനിക്ക് മൊത്തം അറിയില്ല, വേണ്ടത് തെറ്റിപ്പാടി വേണ്ടെന്നേ, അത് ഫ്രഷായിട്ടൊന്ന് പോട്ടെ. പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരു കുലുക്കും ഒരു കിടുക്കും. അല്ല കിടുക്കുന്നു കുലുക്കും എന്നൊക്കെ പറഞ്ഞല്ല. ആര് അല്ലല്ല എനിക്ക് കാണാത്ത അല്ല, വേണ്ട, ഒരു പടം നല്ല പടം ഇതിറങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് കാണണം. ഞങ്ങളെ പോലെയുള്ളവർ മറ്റുള്ളവരിപ്പൊക്കെ ജീവിക്കാൻ ആയിട്ടുള്ള ഒരു മാർഗം ഞങ്ങളുടെ ഒരു തൊഴിലാണിത്. അപ്പം എന്തായാലും മറ്റുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ ഒത്തിരിയൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് പലരുമൊക്കെ, പല സിനിമയെ കുറിച്ചും സിനിമയുടെ മറ്റു വശങ്ങളൊക്കെ. ഒന്നുമില്ല, ഇതൊരു നല്ലൊരു സിനിമ. ഈ സിനിമ ഇറങ്ങുമ്പോൾ കാണണം, അനുഗ്രഹിക്കണം. ഇനി മാളവികയ്ക്ക് എന്തായാലും അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതെ, ഡെന്നാ റാസിക് നമ്മുടെ ഈ സിനിമയിൽ നല്ല രസമായിട്ട് പാടി ഒരു പാട്ട് തന്നിട്ടുണ്ട്. ആ പാട്ടിൻ്റെ മ്യൂസിക് ഞാനായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഹരിശങ്കറും ഡനയും ചേർന്നാണ് പാടിയത്. പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡനെ കൊണ്ട് നമുക്ക് പാടിക്കാം കുറച്ചായിട്ട്. മലക. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഓൾറെഡി എല്ലാവരും പറഞ്ഞ പോലെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ എന്ന മൂവിയുടെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നാദിഷയ്ക്കും റാഫി സാറുടെയും എഗെയിൻ ഞാനും പറയാണ്, റാഫി സാറിന്റെ മൂവീസ് ഒക്കെ നമ്മള് ക്യാരക്ടേഴ്സ് ഒക്കെ ഒരുപാട് കണ്ട് ചിരിച്ചും ആസ്വദിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാനും. അതുപോലെ തന്നെ നാദിഷയ്ക്കയുടെ മൂവീസ് ആണെങ്കിലും ഒരുപാട് എന്റർടൈൻ ചെയ്ത ഫിലിംസ് ആണ്. അപ്പൊ അതില് എഗെയിൻ എനിക്ക് മുമ്പ് ഇക്കടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇക്കയുടെ ഒരു 2 ഫിലിം മുമ്പ് വന്നത് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്തോ ഒരു അൺഭാഗ്യവശാൽ അത് നടന്നിട്ടില്ല. അൺഭാഗ്യവശാൽ ഞാൻ ആഡ് ചെയ്തു. ഞങ്ങളുടെ ഭാഗ്യവശാൽ അതാണ് പറയണ്ടത്, ഞങ്ങളുടെ ഭാഗ്യവശാൽ അത് നടന്നില്ല. അതറിയോ, അങ്ങനെ പറയരുത്. എന്റെയാണോ? അങ്ങനെ ആക്കരുത്. അല്ല, അപ്പോ ഇപ്പോ വൺസ് അപ്പോൺ എ ടൈമിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഇക്ക നമ്മള് പ്രൊമോഷൻ വന്നേക്കല്ലേ, വൈ നെഗറ്റീവ്സ് അല്ലേ? എന്റെ അറിയാണ്ട് വന്ന മനഃപൂർവ്വം നിങ്ങളായിട്ട് പറയരുത്. സോ ഇതില് ഞാനൊരു ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഈ മൂവി പറ്റി പറയുകയാണെങ്കിൽ എല്ലാം റസിയ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, ഒരു സാധാരണ ഒരു പെൺകുട്ടി, ലൈഫില് ഓരോ കാര്യങ്ങൾ നടക്കുന്നു, ചുറ്റുവട്ടത്തിൽ ഉണ്ടാവുന്ന ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അധികം പറയാൻ പറ്റില്ലല്ലോ. അപ്പോ നല്ലൊരു ക്യൂട്ട് ഫിലിമാണ്. ഇക്ക പറഞ്ഞ പോലെ എന്റർടൈനിങ് ആണ്.
എന്നാ ഫൈറ്റ് ഉണ്ടോ അതുണ്ട്, എല്ലാം അടങ്ങിയ ഒരു മൂവിയാണ്. അപ്പൊ 31st റിലീസ് ആവാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. സോ കൊച്ചിക്കാരും എല്ലാവരും ചേർന്ന് മൂവി കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. എപ്പോഴും കൂടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. കലന്തു സാറ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഇവിടെ രാവിലെ വന്നതിന് നന്ദി. എല്ലാ ചെറുപ്പക്കാരാ, ഐ റിയലി അപ്രീഷിയേറ്റ് ദിസ് ഓൾ. യു ആർ എ വെരി വെരി യങ് ആൻഡ് യുവർ സ്പിരിറ്റ് ടു വർക്ക് ഹാർഡ് ഐ റിയലി അഡ്മയർ. നിങ്ങളെ ഈ സ്പിരിറ്റ് കീപ് ഇറ്റ് ഇൻ യുവർ ലൈഫ് ആൻഡ് ബിൽഡ് യുവർ കരിയർ. ഓക്കെ, അതെ. Now it was my pleasure to be a producer with the legend Rafi and Nadarsha. ഇതൊരു എൻ്റർടൈനറാണ്. ഞാൻ മൂവിയെ പറ്റി ഒന്നും പറയുന്നില്ല. യു വാച്ച് ആൻഡ് എൻജോയ്. അവോയ്ഡ് ഇറ്റ്. ഗിവ് യുവർ ഓണസ്റ്റ് ഒപ്പീനിയൻ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹായ് എവരിബഡി, എൻ്റെ പേര് ദാന റാസിക്. ഞാൻ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയിലെ തൂവൽ നില എന്ന സോങ് പാടിയിട്ടുണ്ട്. അത് ഹരിയേട്ടൻ്റെ കൂടെയാണ് പാടിയത്. ഈ പടത്തിൽ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഹിഷാം കെയും നാദർഷക്കയാണ്. അതിൽ നാദർഷക്ക കമ്പോസ് ചെയ്ത സോങ്ങാണ് ഞാൻ പാടിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെ ഇവിടെ വന്നിരിക്കാനും. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര നെർവസാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമ്മൾ പടം റിലീസാവുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്തായാലും കാണണം. ഞാനും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഉറപ്പായിട്ട് കണ്ടിട്ടുണ്ട്. അതെ, അപ്പം എല്ലാവരും നമുക്ക് നല്ല റെസ്പോൺസുകൾ പറയണം. സത്യസന്ധമായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് പറഞ്ഞു തരണം. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരോടും വളരെ വളരെ നന്ദി. പ്രത്യേകിച്ച് നാദിഷ, കന്തു സാറ്, റാഫി സാറ്. ഇക്ക പറഞ്ഞ പോലെ ഒരുപാട് പടങ്ങളിലെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വലിയ 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 ചിത്രങ്ങളിലേക്ക്. പക്ഷെ ഇതുപോലൊരു വേദി പങ്കിടാനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതുപോലൊരു വേദി പങ്കിടാൻ ഒരു അവസരം കിട്ടുന്നത്. അതിന് എല്ലാവരോടും വളരെ വളരെ നന്ദി. മ്യൂസിക് ഇതെല്ലാം പ്ലാനിങ് ടൈമായിരുന്നില്ലേ? അതിലും ഇക്ക പറഞ്ഞ പോലെ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. അപ്പം എല്ലാവരും, ഞങ്ങൾക്ക് പറയാനുള്ള എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണുക. അതൊരു വലിയ വിജയമാക്കി മാറ്റുക. ഇതൊരു പുതിയ ഒരു നായകൻ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഒറ്റ റിക്വസ്റ്റ് ഉള്ളത് നമ്മുടെ ശരിക്കും സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട്. കാരണം ഇതിപ്പോൾ നമ്മളുടെ പരീക്ഷണങ്ങളിലൊന്നാണ്. കാരണം പുതിയ നായകൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ സിനിമകൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ നല്ലതാണെങ്കിൽ മാക്സിമം അതിന് സപ്പോർട്ട് കിട്ടിയാൽ മാത്രമാണ് അത് തിയേറ്ററിൽ ഓടിയാൽ മാത്രമാണ് മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും ഡയറക്ടേഴ്സിനാണെങ്കിലും റൈറ്റേഴ്സിനാണെങ്കിലും പുതിയ താരങ്ങൾ വെച്ചിട്ട് സിനിമകളുമായിട്ട് വരാനായിട്ടുള്ളൊരു ധൈര്യം ഉണ്ടാവുള്ളൂ. പുതിയ താരങ്ങളും അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് വരുന്ന സിനിമകൾക്ക് വരുന്ന പ്രേക്ഷകരുടെ കുറവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എല്ലാവരും മാറ്റി ചിന്തിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് എല്ലാ ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. താങ്ക് യു സോ മച്ച്.